ഹലോ, ഇന്നെൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ? വർക്കിന് പോണ ദിവസത്തെ ഒരു ലഞ്ച് പാക്കിങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങൊക്കെ ഒരു ചെറിയൊരു വീഡിയോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും എന്നോട് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും നിങ്ങൾ എൻ്റെ സ്കിൻ കെയർ റിവ്യൂവും അല്ലെങ്കിൽ സ്കിൻ കെയർ വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ് കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് ചുമ്മാ എനിക്ക് എന്തോ ഒന്ന് വെറൈറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഡേ ഒന്ന് ഷൂട്ട് ചെയ്യണേന്. ഇങ്ങനെ പൊതുവേ ഞാൻ ഇതുവരെ ഇങ്ങനെ കുക്ക് കാര്യങ്ങളും ഒന്നും ഇടാറില്ല. അപ്പൊ ഞാൻ ദേ റൈസ് വെക്കണേന് ഇന്നലെ രാത്രിയാണ് നോർമലി റൈസ് വെക്കണത്. അപ്പൊ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേ മോർണിംഗ് തന്നെ റൈസ് വെക്കണേന്. പിന്നെ ഈ റൈസ് എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുക്ക് ചെയ്ത് കിട്ടും. അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. പിന്നെ ബ്രെഡ് ടോസ്റ്റും ചെയ്യാം. ഒരു ഓംലെറ്റും പിന്നെ ബുൾസൈയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒരു കോഫി. ഈ കോഫി എന്ന് വെച്ചാൽ വലിയ ടേസ്റ്റുള്ള കോഫിയൊന്നും അല്ല ട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ കോഫി എടുക്കണത്. ജസ്റ്റ് ഒരു മൈക്രോവേവിൽ വെച്ചിട്ട് എന്നുള്ള എളുപ്പപ്പണികൾ മാത്രമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാര്യം വർക്കിന് പോകാൻ ഞാൻ കുറച്ച് നേരം മുമ്പൊക്കെ എഴുന്നേറ്റിട്ട് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഡെയിലി റുട്ടീൻ അങ്ങനെയായിരിക്കും. പിന്നെ ബാലുവിനാണെങ്കിൽ ഗ്രീൻ ടീ മതി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ കഴിക്കാറില്ല. പിന്നെ ഇപ്പം മെഡിസിൻ ഞാൻ ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. എന്റെ പല്ലിനൊരു പ്രശ്നം വന്നോണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു ബുൾസൈയൊക്കെ കഴിച്ചിട്ട് അങ്ങട് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഇഷ്ടല്ല. എനിക്ക് കഴിക്കാനും പറ്റില്ല. ഇതിപ്പം ബാലുവിനും സാക്കിനും ജസ്റ്റ് കുക്ക് ചെയ്യണം കേട്ടോ. ബാലുവിന് ദേ കൊണ്ടോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സാക്കുവിനും എനിക്കും ജസ്റ്റ് ഞാൻ ബുൾസൈ ഉണ്ടാക്കണം. സാക്കു കഴിക്കുകയൊന്നുമില്ല. വെറുതെ കൊടുക്കലാണ്. ഇച്ചിരി കഴിച്ചാലായി. എന്നാലും ഞാൻ കൊടുക്കൂട്ടോ. അവനെ കൊണ്ടോയി വെക്കും. ഇതുകൊണ്ട് കിടക്കണതിന്റെ ഇടയിൽ ഞാൻ വാഷും ചെയ്ത് വെക്കേണ്ട പാത്രങ്ങൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ എനിക്ക് വേഗം പോകാം. അല്ലെങ്കിൽ പിന്നെ ബാലുവിന് വെച്ചിട്ട് പോകേണ്ടി വരുമല്ലോ. പിന്നെ ഞാൻ ദേ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ ഇന്നലെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ദേ എഗ് ഫ്രൈ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് എഗ് ഫ്രൈയും റൈസും പിക്കിളും ഒരു കേടും കൂടി ആയിട്ട് കേട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കേടൊന്നും എടുക്കണ്ട. ഇത്രയും മതി തൽക്കാലം. നല്ലൊരു ലഞ്ചാണ് ഇന്ന് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ എപ്പോഴും ചിക്കൻ, ബീഫ് എപ്പോഴും വെജ് ഉണ്ടാവില്ല. എപ്പോഴും നോൺ വെജ് ആയിരിക്കും. അതിന്റെ ഇടയിൽ ഈ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫുഡ് നമ്മുടെ ബിൾസെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീനിങ് ഞാൻ അപ്പപ്പ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇപ്പൊ തന്നെ വൃത്തിയാവുമല്ലോ. പിന്നെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞതേ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്റെ വർക്കിന് പോണേന് ബൈ.